السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും പ്രിയപ്പെട്ട ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ സുവലോക സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. ലോകം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് മുസ്ലിം ലോകം വേട്ടയാടുന്ന ഇര എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അഷദുന്നാസി ബലാഅൽ അംബിയാ ثم الصالحون ثم الامثل فالامثل. അതെ, മുഅ്മിനീങ്ങളെ എവിടെയാണ് ഞാൻ വിചിന്തനം ചെയ്യേണ്ടത്? എപ്രകാരമെന്ന് വെച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി പറഞ്ഞത് മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത്, സ്വഹാബത്തെ, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ നേരിടുന്നത് അത് അമ്പിയാക്കളാണ്. പിന്നെ പറഞ്ഞത് സ്വാലിഹീങ്ങളാണ്, നീതിവാന്മാർ. പിന്നെ അംസൽ എന്നാ പറഞ്ഞത്, സുമ്മ അംസൽ, മികച്ചവർ, ഫൽ അംസൽ, അതിനുശേഷം മികച്ചവർ. അതായത് ഈ കാലഘട്ടത്തില് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ലോക മുസ്ലിമുകൾ നേരിടുന്ന പ്രയാസങ്ങളും അവർ നേരിടുന്ന പ്രശ്നങ്ങളും വളരെ അമ്പിയാക്കളുടെ അല്ലെങ്കിൽ മുർസലിങ്ങളുടെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ വളരെ നിസാരമാണ്, ചുരുക്കമാണ്. എന്നിരുന്നാലും ലോകം രാജ്യങ്ങളുടെ ഏത് രാജ്യത്തിന്റെയും ഭരണമുഖം എത്തി നോക്കുന്നത് മുസ്ലിം മതത്തെയാണ്. മുസ്ലിം മതത്തിൽ ഉൾക്കൊള്ളുന്നതായ വ്യക്തികളെയുമാണ്. അതിനുദാഹരണമാണ് ഇന്നും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഫലസ്തീൻ. പതിനായിരത്തിൽ പരം സ്ത്രീകളെയും കുട്ടികളെയും അവിടെ വേട്ടയാടി നരനായാട്ട് നടത്തുകയാണ് സയനിസ്റ്റുകൾ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, ലോകത്തിലെ ഏത് രാഷ്ട്രം എടുത്തു നോക്കിയാലും അവിടെ വേട്ടയാടപ്പെടുന്നത് ക്രിസ്ത്യാനിയല്ല. ലോകത്തെ ഏറ്റവും കൂടുതലുള്ള മതം അത് ക്രിസ്ത്യൻസ് ആണ്. പിന്നെയാണ് മുസ്ലിംസ് വരുന്നത്, പിന്നെയാണ് ജ്യൂസുകൾ വരുന്നത്. അങ്ങനെ അഹ്ലു കിതാബുകളിൽപ്പെട്ട ഈ ഒരു 3 മതങ്ങളിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് എന്തുകൊണ്ട് ഇസ്ലാം എന്ന് വെച്ചാൽ ശരിയായ മതം ഇസ്ലാമാണ്. അതാണ് ആദ്യമായി ഞാൻ മനസ്സിലാക്കേണ്ടത്. ഇന്ന ദീന ഇശ്രിക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ മതത്തെ എളുപ്പമാക്കി തന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പിന്നെ ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മുസ്ലിമുകളെ കാര്യം ആലോചിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. എന്ത് ചെയ്താലും ഹൈർ, നിങ്ങൾക്ക് നല്ലത് ലഭിച്ചാൽ ഹൈർ, അതല്ല നിങ്ങൾക്ക് പ്രയാസം ലഭിച്ച് നിങ്ങൾ ക്ഷമിച്ചാൽ അതും ഹൈർ. സുഹൃത്തുക്കളെ, വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നില്ല. മുസ്ലിം ലോകം വേട്ടയാടപ്പെടുന്ന ഇര എന്ന ഈ വിഷയത്തെ കുറിച്ച് പഠിച്ചപ്പോൾ ത്രസിപ്പിക്കുന്ന ഒരു കാര്യം കിട്ടിയത്, ഈ വിഷയത്തെ കുറിച്ച് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം.എൻ. വിജയൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ എഴുത്തുകാരൻ. അതിലൂടെ വളരെ സുമക്ഷമായി, അതല്ലെങ്കിൽ വളരെ പരിചിതമായി ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളുടെയും മുസ്ലിം ജനത നേരിടുന്ന പ്രയാസങ്ങളെ കുറിച്ച് വളരെ വിശാലമായി അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട്. നമുക്കറിയാം, ചൈനയിലെ ഷെയ്ജിങ്ങിൽ ഉയ്ഗൂർ എന്ന് പറയുന്ന ഒരു നഗരമുണ്ട്. ആ ഉയ്ഗൂരിൽ മുസ്ലിം ബഹുഭഷം കൂടിയുള്ള ഒരു നഗരമാണ് ഉയ്ഗൂർ. ആ ഉയ്ഗൂരിലെ ചില പ്രശ്നങ്ങൾ എന്തെന്ന് വെച്ചാൽ അദ്ദേഹം എഴുതി വെക്കുന്നത് ഇങ്ങനെയാണ്.
അവിടെ നിസ്കരിക്കാൻ അനുവാദമില്ല. മതചിഹ്നങ്ങളെ അടിച്ചമർത്തുന്ന കാഴ്ച, മത സംസ്കാരങ്ങളെ ഇല്ലാതാക്കുന്ന കാഴ്ച. അവിടെ ന്യൂനപക്ഷം വരുന്ന ക്രിസ്ത്യാനികളും ഉണ്ടെന്ന് അദ്ദേഹം എഴുതി വെക്കുന്നു. എന്നാൽ അവർക്ക് ഇത് നേരിടേണ്ട ആവശ്യമില്ല. അവർക്ക് അപ്രകാരത്തിലുള്ള യാതൊരുവിധ തടസ്സങ്ങളും അവിടെ ഗവൺമെന്റ് നൽകുന്നില്ല. നാം ഓർക്കണം, ചൈന ഒരു മതരാഷ്ട്രമല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ്. മതനിരാസം അല്ലെങ്കിൽ കമ്മ്യൂണിസം ഇഞ്ചക്ഷൻ ചെയ്യുകയാണ് ഇത്തരം രാജ്യങ്ങളിലൂടെ. കമ്മ്യൂണിസം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് തന്നെ ഇസ്ലാമിനെ തകർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരോട് ഇത്തരത്തിൽ നിന്ന്, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും അതല്ലെങ്കിൽ ലിബറൽ ചിന്തകളിൽ നിന്നും മാറി നിൽക്കണമെന്ന് പറയുന്നത്. മുസ്ലിം നാമധാരികളായ ഒരുപാട് മുസ്ലിം പ്രതിഷേധകരെ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ചൈനയിൽ മാത്രമല്ല ഇപ്രകാരം നടക്കുന്നത്. 2017 മ്യാൻമറിൽ പട്ടാളക്കാരും ബുദ്ധിസ്റ്റുകളും ചേർന്ന് ഒരു പറ്റം നമ്മുടെ സഹോദരങ്ങളെ, മുസ്ലിം സഹോദരങ്ങളെ ആട്ടിയോടിച്ചത് നമ്മുടെ കണ്ണുകളിൽ നിന്ന് ഇന്നും മാഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിന്റെ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രം തന്നെ ഒന്ന് പരിശോധിക്കാം. ഇന്ത്യയില് യു പിയിലും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമെല്ലാം കലാപങ്ങൾ ഉണ്ടായതും മുസ്ലിമുകളെ ഇറച്ചി ഭക്ഷിച്ചതിന്റെ പേരിൽ വെട്ടിക്കുന്നതും നാം കണ്ടതാണ്. എന്നാൽ നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ സാക്ഷരത കൊണ്ട് ലോകത്തിൽ തന്നെ ഇടം നേടിയ സംസ്ഥാനമാണ്, ഇന്ത്യയിലല്ല ലോകത്തിൽ തന്നെ സാക്ഷരത കൊണ്ട് ഇടം നേടിയ സംസ്ഥാനമാണ് സ്റ്റേറ്റ് ഓഫ് കേരള. ഈ കേരളത്തിൽ തന്നെ നമുക്ക് നോക്കാം, SBCയുടെ സ്റ്റുഡൻസ് തലയിൽ ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ അതിൽ നിന്ന് പുറന്തള്ളി ഈ SBC എന്ന് പറയുന്ന സ്റ്റുഡൻസ് പോലീസ് കൗൺസിലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് നിങ്ങൾക്ക് പ്രവേശനമില്ല. ഹൈന്ദവർക്ക് പൊട്ട് തൊടാം, ക്രിസ്ത്യാനികൾക്ക് കുരിശ് ധരിക്കാം, മുസ്ലിങ്ങൾക്ക് ഹിജാബ് ധരിക്കാൻ പാടില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് തന്നെയാണ് മുസ്ലിം ജനത വേട്ടയാടപ്പെടുന്നതും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പഞ്ചായത്ത് തലം മുതൽ ലോകം വരെ എത്തി നിൽക്കുന്ന ഇത്തരത്തിൽ സവിശേഷമായ പ്രവിശാലമായ വിഷയമാണ് മുസ്ലിം ജനത വേട്ടയാടപ്പെടുന്നു എന്നത്. സിറിയയിൽ നടക്കുന്നത് നേരെ തിരിച്ചാണ്. ആഭ്യന്തര യുദ്ധങ്ങളാണ്. മുസ്ലിങ്ങളെ അവർ തന്നെ വേട്ടയാടുന്നു. സിറിയ എന്ന് പറയുന്ന രാജ്യം തന്നെ അവരെ വേട്ടയാടുന്നു. ISSന്റെ അതിക്രമണമാണ് അവിടെ നടക്കുന്നത്. ISSന്റെ പേര് എന്ന് പറയുമ്പോൾ ഇസ്ലാമിനെ തകർക്കാൻ ഏറ്റവും ശക്തയായ ഒരു സംഘടന, സയനിസ്റ്റുകാർ, അമേരിക്കന്റെ കുതന്ത്രം കൊണ്ട് ഉദയം കൊണ്ട പ്രസ്ഥാനമാണ് ISS. പ്രിയപ്പെട്ടവരെ, ലോകത്ത് 57 മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട്. OIC എന്ന് പറയുന്ന ഒരു സംഘടന, ഓർഗനൈസേഷൻ ഇസ്ലാമിക് കോർപ്പറേറ്റ് എന്ന് പറയുന്ന ഒരു സംഘടനയും മുസ്ലിം സമുദായത്തിനുണ്ട്. ഈ ഫലസ്തീനില് 10,000 ചുട്ടരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് ഇത്തരപ്പെടുന്ന 57 രാജ്യങ്ങൾ നിലകൊള്ളുന്ന ഒരു സംഘടന ഉണ്ടായിട്ട് പോലും ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു അണുവിനെ എന്തുകൊണ്ട് എതിർക്കാൻ കഴിയുന്നില്ല എന്നത് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഐക്യമില്ല, സംഘടന ഐക്യമില്ല. മാത്രമല്ല അവരുടെ രാജ്യം അവർ നോക്കട്ടെ എന്ന ചിന്തയിലേക്ക് മുസ്ലിം രാജ്യങ്ങളും കടന്നു കഴിഞ്ഞിരിക്കുന്നു. അറേബ്യ രാജ്യങ്ങൾക്കൊക്കെ ഫുട്ബോൾ മത്സരങ്ങൾക്ക് ആർപ്പ് വിളിക്കുന്ന അല്ലെങ്കിൽ ഫുട്ബോൾ കായിക മേഖലയിലേക്ക് വളരാൻ കൊതിക്കുന്ന രാജ്യങ്ങളായി മാറിക്കഴിഞ്ഞു എന്നത് വളരെ ഖേദകരമാണ്. ഈ നിമിഷത്തിൽ സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചതാണ്. എന്നാൽ ലോകത്താകമാനം ഞാൻ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഒരു വിഷയത്തിൽ
ന്യൂനപക്ഷം വരുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളും ബഹുപക്ഷം വരുന്ന ഫലസ്തീൻ അറബ് രാജ്യമാണ്. സിറിയ അറബ് രാജ്യമാണ്. ഈ രാജ്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ബഹുമതിയിലായിട്ടും എന്തുകൊണ്ട് മുസ്ലിങ്ങൾ നേരിടുന്നു, പ്രയാസങ്ങൾ നേരിടുന്നു എന്നുള്ളതിനാണ് അള്ളാഹുവിന്റെ റസൂൽ അഷദ്ദുന്നാസി ബലാഅൽ അംബിയാ സുമ്മ സ്വാലിഊന സുമ്മൽ അംസല ഫൽ അംസൽ എന്ന് ആദ്യമായി സൂചിപ്പിച്ചത്. ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.